ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണല്ലോ. അങ്ങനെ ഞാൻ ജംഷീം എന്നെ പുതിയ സ്റ്റാൻഡിലേക്ക് ഉണ്ടാക്കി തരാൻ പോകാം കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട്. എല്ലാവരും വീട്ടിൽ പോകല്ലേ, അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. അതാ കാണുന്നതാണ് പുതിയ സ്റ്റാൻഡ് കേട്ടോ. ഇത് മാവൂർ റോഡാണ്. അവിടെ ട്രാഫിക്ക് വിട്ടിട്ട് കുറച്ച് നേരം നിന്ന് പോയിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെത്തി ജംഷീൻ്റെ കൊണ്ടാക്കിയിട്ട് പോയിട്ടോ. അങ്ങനെ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ബസ്സൊന്നും കാണാനില്ല. പാലക്കാട് ബസ് മാത്രമേ ഉള്ളൂ, ബസ്സൊന്നും കാണാനില്ല. അപ്പോൾ അത് അവിടെ നിൽക്കുന്ന ബസ്സിലാണ് ഞാൻ കയറിയത് കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞാൻ സൈഡ് സീറ്റിൽ എനിക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഇരുന്നിരുന്നു. എല്ലായിടത്തും മഴയും ബ്ലോക്ക് ആയതുകൊണ്ട് ബസ്സുകളൊന്നും കയറിയിട്ടില്ല കേട്ടോ സ്റ്റാൻഡിൽ. അപ്പോൾ എല്ലാവരും ബസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്നു മുടിയൊക്കെ ശരിയാക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? ഏകദേശം 7 മണിക്ക് ഞാൻ ബസ് കയറി. 9 മണിയായി സമയം. അപ്പോൾ ഞാൻ പുത്തനത്താണി എത്തിയിട്ടോ. അങ്ങനെ നല്ല ചെറിയ മഴയും ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വളാഞ്ചേരി എത്തി ഗൈസ്. എൻ്റെ ബസ് അതാ പോകുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ വേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്. അങ്ങനെ അനിയനെ കണ്ടു കേട്ടോ. വലിയ കുന്നെത്തി അനിയൻ എന്തായി നടന്നു പോകുന്നതാണ് എൻ്റെ അനിയൻ ജയസൂര്യ. അവൻ നടന്നു പോവാണ്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്നാക്സിൻ്റെ ഒരു ഷോപ്പിലേക്ക് വന്നു കേട്ടോ. ഇവിടുന്ന് തന്നെ ഞങ്ങൾ എപ്പോഴും മേടിക്കാറ്. അവർ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സിൻ്റെ ഒരു ഷോപ്പാട്ടോ. നല്ല വൃത്തിയാണ് കേട്ടോ. നേരെ ഞങ്ങൾ പലചരക്ക് പിടിക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കയപ്പയ്ക്ക ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് അച്ചാർ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ കയപ്പയ്ക്ക മേടിച്ചു, അച്ചാറും പൊടിയും മേടിച്ചു. പിന്നെ അമ്മ മോരെന്തൊക്കെയാണ് മേടിക്കാൻ പറഞ്ഞത് അതും മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ഇടവഴി കൂടെ ഞങ്ങൾ നടന്ന് ഞാനും അവനും കൂടി നടന്ന് അങ്ങനെ വീട്ടിലേക്ക് എത്തരാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ അമ്മ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ വാതിൽ തുറന്നു. അമ്മ ഞെട്ടിപ്പോയി.